നമ്മളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ബീഫ് വാങ്ങിച്ചു. അപ്പം എന്തായാലും ഇത് നല്ല അടിപൊളി കറി വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നല്ല ചാറോട് കൂടിയുള്ള ഒരു ബീഫ് കറി വെക്കാം കേട്ടോ. അതിനായി ബീഫ് നല്ല ചെറിയ കഷ്ണങ്ങളായി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കുക. അതൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും ആദ്യം ഇട്ടു കേട്ടോ. പിന്നെ കൂടെ സവാള ഇട്ടു, ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. കൂടെ കുറച്ച് വേപ്പില ഇടുക. നന്നായി വഴഞ്ഞതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് അത് നല്ലതുപോലെ പച്ചമണം മാറിയതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. നല്ല എല്ലോട് കൂടിയ ബീഫായിരുന്നു. അത് ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും. എന്നിട്ട് നമുക്കൊരു 10 വിസിലോട് കൂടി നമുക്കിത് വേവിച്ചെടുക്കാം. വിസിലൊക്കെ പോയതിന് ശേഷമാണ് അതിനകത്ത് തുറന്ന് നോക്കി. നല്ല അടിപൊളി ബീഫ് കറി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കണ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ബീഫ് കറിയുമായിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കൂടെ വേറെ ഒന്നും വേണം.